ലോക്സഭയിൽ ഇന്ന് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. സഭയിൽ എത്താൻ ആവശ്യപ്പെട്ട് BJPയും കോൺഗ്രസും തങ്ങളുടെ ലോക്സഭാ അംഗങ്ങൾക്ക് 3 ലൈൻ വിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കാത്തിരുന്ന ബില്ലാണ്. ഇന്ന് ഉണ്ടാകുമോ ഉണ്ടാകില്ലേ എന്നൊരു സംശയം ഇന്നലെ നിലനിന്നിരുന്നു. പക്ഷെ വൈകുന്നേരത്തോടെ അതിന് വ്യക്തത കൈവന്നിരുന്നു. ഗൗതം അനന്തനാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, ഏറെ നിർണായകമാണ് സുപ്രധാന ബിൽ ഇന്ന് ലോക്സഭയിൽ. ഇന്നിപ്പോൾ ലോക്സഭയിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കോൺഗ്രസും തങ്ങളുടെ എംപിമാർക്ക് 3 ലൈൻ വിപ്പ് നൽകിക്കൊണ്ട് തീർച്ചയായും മുഴുവൻ എംപിമാരും എത്തണമെന്ന നിർദ്ദേശം പാർട്ടി തന്നെ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇന്നലെ ബില്ല് അവതരണം ഉണ്ടായില്ല. ഇന്നലെ രാവിലെ തന്നെ ലിസ്റ്റ് ചെയ്ത കാര്യപദ്ധതികൾക്കകത്ത് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാകും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നത്. പ്രധാനമായും 2 ബില്ലുകളാകും അവതരിപ്പിക്കുക. ഒന്ന് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചാക്കുന്നതിന് ചില ഭരണഘടനാ ഭേദഗതികൾ നടത്തേണ്ടതുണ്ട്. ആർട്ടിക്കിളിൽ 82A എന്നൊരു പുതിയ ഭേദഗതി ഭരണഘടനയ്ക്കകത്ത് എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ബില്ലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി ഇതിനൊപ്പം നടത്തുന്നത്. നമുക്കറിയാം, രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 നിയമസഭകളുള്ളത്. ഒന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭയുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും ഒപ്പം പോണ്ടിച്ചേരിയിലും നിയമസഭകളുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ കൂടി ഈ സംസ്ഥാന നിയമസഭകൾക്കൊപ്പവും അതോടൊപ്പം തന്നെ ലോക്സഭയ്ക്കൊപ്പവും നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് കൂടിയുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ബില്ലുകളാകും വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് BJPയുടെ ഒരു പ്രഖ്യാപിതമായ നയമാണ്. 2014-ലും 2019-ലെയും ഈ കടന്നുപോയ 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രകടന പത്രികയിൽ തന്നെ വൺ നേഷൻ വൺ പോളിനെ പറ്റി പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങൾ സർക്കാർ അതോടൊപ്പം തന്നെ BJPയും വിശദീകരിക്കുന്നുണ്ട്. ഇതിലേറ്റവും നിർണായകമായത് 2023 സെപ്റ്റംബർ മാസത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ 8-അംഗ സമിതിയെ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ചിരുന്നു. രാംനാഥ് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത്. ആ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് വൺ നേഷൻ വൺ പോൾ നടപ്പാക്കണമെന്ന ശുപാർശ തന്നെയാണ്. അതിന് പല കാരണങ്ങൾ രാംനാഥ് കോവിന്ദ് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സമിതിയുടെ പ്രധാനപ്പെട്ട ശുപാർശ എന്നത് 2034-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തുക എന്നതാണ്. നേരത്തെ പലരും സൂചിപ്പിച്ചിരുന്നത് 2029, അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാകും നിയമസഭകളിലെയും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചു. അതിനാൽ തന്നെ സമിതിയുടെ ശുപാർശ എന്നത് 2034-ലെ തെരഞ്ഞെടുപ്പുകൾ, അത് ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം സമിതി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ രണ്ടാമതായി സമിതി പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് 100 ദിവസങ്ങൾക്ക് ശേഷം, അതായത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയും അത് കഴിഞ്ഞ് 100 ദിവസങ്ങൾ കഴിഞ്ഞാൽ രാജ്യത്തെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഈ ഒരു നിർദ്ദേശമാണ് ഈ സമിതി പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ സുപ്രധാനമായ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ശരി ഗൗതം, എന്തായാലും സുപ്രധാന ബില്ലാണ്. രാജ്യം കാത്തിരുന്ന ദിവസം ഒരുപക്ഷെ ലോക്സഭയിൽ ഇന്ന് ധനാഭ്യർത്ഥന ബില്ലിന് ശേഷം അവതരിപ്പിക്കാനിരിക്കുന്ന ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ, അതിന്മേലുള്ള ചർച്ചകൾ ദിവസങ്ങളിൽ എന്തായാലും അത് കാണാം. രാജ്യസഭയിലും ഉണ്ട് ഇന്ന്, കാരണം ഭരണഘടനയിന്മേൽ ചർച്ച അവിടെ തുടരുകയാണ്. ഇന്ന് മറുപടി പ്രസംഗം ഭരണ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകും. എന്തായാലും പാർലമെന്റ് ഇന്നും സമ്പൽ സമൃദ്ധമായിരിക്കും അവിടെ നിന്നുള്ള വാർത്ത. തീർച്ചയായിട്ടും.